ഇന്ന് നമ്മൾ കൂടൽമാണിക്ക അമ്പലത്തിന് ഉത്സവത്തിന് പോയിരുന്നു കേട്ടോ. ചെറുപ്പം തൊട്ടേ പോകുന്ന ഒരു ശീലമുള്ളതുകൊണ്ട് ഈ ഉത്സവ സമയത്ത് നമുക്ക് എത്ര ബിസിയാണ് എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും ഈ ഒരു സമയത്ത് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ മനസ്സിനൊരു സങ്കടം തന്നെയാണ് കേട്ടോ. എത്ര ഉത്സവങ്ങൾക്ക് പോകാണ്ടെന്ന് പറഞ്ഞാലും ഈ ആനേനെ എഴുന്നള്ളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനോട് പൂർണ്ണമായിട്ടും എതിരെ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് മെരുക്കി ഒതുക്കി ജീവിക്കാൻ പറഞ്ഞാൽ എത്ര ബിരിയാണി തന്നാലും നമുക്ക് മനസ്സിനൊരു സന്തോഷമോ ഒന്നും ഉണ്ടാവില്ല, ഫുള്ള് ഡിപ്രഷനും തന്നെയായിരിക്കും. അതുതന്നെയാണ് ഈ ആനകളുടെ കേസ് കേട്ടോ. അവരായിരിക്കുന്ന സ്ഥലത്ത്, അവരാഗ്രഹിക്കുന്ന സ്ഥലത്ത് അവർ നിർത്താതെ നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ ആവശ്യത്തിന് അടിച്ച് മെരുക്കി ഒതുക്കി ചൂടത്ത് ഈ പന്തവും പിന്നെ ചെണ്ടമേളവും എല്ലാം കൊട്ടി നിർത്തുന്ന സമയത്ത് ഈ ആനപ്രേമികളിൽ നെറ്റിപ്പട്ടവും കെട്ടി നിൽക്കുന്ന ഈ ആനേനെ കണ്ട് ആസ്വദിക്കുമ്പോൾ അവർ ശരിക്കും ഈ ആനപ്രേമം എന്താണ് അതിൻ്റെ ഒരു ഡിഫൈൻ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. അവരായിരിക്കുന്ന സ്ഥലത്ത് അവരെ നിലകൊള്ളാനായിട്ട് അനുവദിക്കാത്തതാണോ ഒരു ആനപ്രേമം എന്നുള്ളതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. പണ്ട് ചെറുപ്പത്തിലേക്ക് ഇത് കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പം ചിന്തിക്കുമ്പോൾ തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുളവും ചെറുപ്പത്തിൽ ഓർമ്മ തന്നെയാണ് കേട്ടോ. പണ്ട് ഉത്സവത്തിന് വരുന്ന സമയത്ത് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് രാവിലെ വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് പൂരമൊക്കെ കഴിഞ്ഞ് ഉച്ച സമയത്ത് പോവുക എന്നുള്ളൊരു ഓർമ്മയുണ്ട് കേട്ടോ. അത് തന്നെയാണ് ഈ ഒരു കുളവും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു കുളവും പണ്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, മീനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. ഇപ്പം ഞാൻ ഇതിൽ കൂടുതൽ അത് എക്സൈറ്റ്മെൻറ്റാണ്. ആദ്യം അവനത് കണ്ടപ്പോൾ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല, പിന്നെ മീനെ കണ്ടു തുടങ്ങിയപ്പോൾ ആൾക്ക് എക്സൈറ്റ്മെൻറ്റായി. പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞ് നോക്കാനായിട്ട് ഇതിന് എത്ര പറഞ്ഞാലും ചെക്ക നോക്കണ്ടായില്ല കേട്ടോ. ആൾ അവിടെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു ചെറിയ ഡാൻസ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നേരെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കാര്യം പഞ്ഞിമിഠായി കണ്ടത് കേട്ടോ. ഇപ്പോഴും നമ്മുടെ വീണ്ടും ഉമ്മറത്ത് കൂടെ ഒന്നും പോകാറില്ല, പണ്ട് അങ്ങനെ പോകാറുണ്ട്, ഇപ്പം അധികം അങ്ങനെ കാണാറില്ല. പിന്നെ എവിടെ ചെന്നാലും നമ്മൾ മറക്കാത്ത നമ്മുടെ ബജ്ജി, അത് നമുക്കിപ്പോൾ ചാലക്കുടിയിൽ നിന്ന് കിട്ടും. പക്ഷെ എന്നാലും ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും പോകുമ്പോൾ ഈ ഒരു സാധനം നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ്. എന്നോട് എൻ്റെ ചേട്ടൻ ചോദിക്കാറുണ്ട് കേട്ടോ, നീ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഉത്സവത്തിന് പോണേന്ന്. ചിലപ്പോൾ അതേ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഈ ഒരു കുഞ്ഞു പാത്രത്തിന് 80 രൂപയാണ്, ഗ്യാസൊന്നും ഇല്ലാത്തതല്ല, അതുകൊണ്ടായിരിക്കും അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെയൊക്കെ പോയെങ്കിലും ഇതൊന്നും ഓപ്പൺ ആയിരുന്നില്ല, നൈറ്റായിരിക്കാം ചിലപ്പോൾ ഓപ്പൺ, അതുകൊണ്ടായിരിക്കാം അല്ലേ. പിന്നെ നമ്മൾ പോയതൊരു തുടങ്ങിയിരുന്ന ഒരു സമയത്തായിരുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതൊക്കെ റെഡി സെറ്റായി വരുന്നേ ഉണ്ടാവുള്ളൂ ആയിരിക്കും. എന്തായാലും പണ്ട് പോകുമ്പോഴേ ഒരു കുഞ്ഞിതിൽ ബബിളില്ലേ നമ്മുടെ ആ ഒരു പൊള്ളം വിടുന്നത്, അതൊരു കുഞ്ഞ് ചെപ്പിൽ ഒരു പിങ്ക് കളറായിട്ട് കിട്ടുമായിരുന്നു. അതൊക്കെ വാങ്ങാനായിരുന്നു എക്സൈറ്റ്മെൻറ്റ്. ഇവിടുന്ന് നൈതക്കൂട്ടൻ്റെ ഒരു ഫോട്ടോ 150 റുപ്പീസിൻ്റെ അതൊന്ന് ഫ്രെയിം ചെയ്തു ഒരു ചെറിയ കുങ്കുമവും വാങ്ങി ഇറങ്ങി കേട്ടോ. എനിക്ക് കൈ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം വേറെ ഒന്നുമല്ല പറയുന്നത്, ശരിയായിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ പറ്റി പറയുന്നത് കേൾക്കാനൊരു രസം. എന്നിട്ട് കൈ നോക്കി കഴിഞ്ഞപ്പോഴേ കയ്യിൽ 200 രൂപയായിരുന്നു, അതിന് ചേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 200 തികച്ചു തന്നോളൂ, 500 നോക്കാൻ ഇത്രേ.